കൊള്ളാം, നല്ല പടം, നല്ല ഫാമിലി പടം. നല്ല വലിയ കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. നല്ല ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ല കോമഡിയാണ്. നല്ല നല്ല അഭിനയങ്ങളൊക്കെ കാണാൻ അത് അതിലൂടെ ഉണ്ട്. ട്വിസ്റ്റ് ഉണ്ട് എന്നുവെച്ചാ ഒരു ഉള്ളിലുള്ള ഒരു ഇല്ല അങ്ങനെ ഒന്നുമില്ല, നെഗറ്റീവ് ഒന്നുമില്ല. നല്ല ഹാപ്പിനെസ് മൂവിയാണ്. കണ്ട ഫാമിലിയോടെ വന്ന അത് നല്ലൊരു പടമാണ്, കോമഡി ഒരു പടമാണ്, ഫാമിലിയായിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. പക്ഷേ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നല്ല സിനിമകളെ ഇപ്പം നല്ല രീതിയിൽ ഈ വർഷം ജനങ്ങളെ ഏറ്റുപിടിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രേക്ഷകർ എന്തുകൊണ്ടാണ് ഇത് ഇരുകൈ നീട്ടി സ്വീകരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ ഈ സിനിമ ആദ്യത്തെ ദിവസം കണ്ട ഒരു വ്യക്തിയാണ്. പിന്നെ നിങ്ങളെ കണ്ടപ്പോൾ ഞാനിത് വന്ന് പറയണമെന്ന് തോന്നി. നല്ലൊരു സിനിമയാണ്, എല്ലാവരും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടം. ഈ സിനിമയ്ക്ക് കുറച്ച് പേരാണ് ഇപ്പോൾ അങ്ങോട്ടുള്ള ഷോയിൽ ആള് കുറവാണ്. ഈ സിനിമയെ വിജയിപ്പിക്കണം. നല്ലൊരു സിനിമയാണ്, ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മറ്റേ ചവറ് പടങ്ങൾ, കോടാലി പടങ്ങളൊക്കെ എത്ര അറിയിക്കും, അതിനൊക്കെ എന്താളാണ്? ഇങ്ങനത്തെ സിനിമകൾക്കൊക്കെ ഒരു ആൾ പോലും ഇല്ല. കാരണം ദിലീപേട്ടൻ്റെ ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയ 2 സിനിമകൾ പരാജയമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഒരു സിനിമ നല്ലൊരു പടമാണ്, തമാശയൊക്കെ നന്നായിട്ട് ഉണ്ട്. ഞാൻ എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. എന്തുകൊണ്ടാണ് ആൾ കയറാത്തതെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ദിലീപേട്ടൻ്റെ മുമ്പത്തെ തമാശ പടങ്ങളിൽ നിന്ന് ആ ഒരു രീതിയിലൊക്കെ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ അതിൽ അഭിനയിച്ച എല്ലാ നടിമാരും നന്നായിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആളില്ലാത്തതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ലൊരു സിനിമയാണ്, എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ പടം വന്ന് കാണണം. ഭയങ്കര റെസ്പോൺസാണ്. ഞാൻ ആദ്യത്തെ ദിവസം വൈകിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അന്ന് നല്ല തിരക്കായിരുന്നു. പിന്നെ അങ്ങോട്ട് ഈ സിനിമ വീണ് പോകുന്നൊരവസ്ഥയാണ്, ആളുകൾ കുറഞ്ഞു വരികയാണ്. അറിയില്ല, കാരണം ഇപ്പം ഈ വർഷത്തെ എല്ലാ മലയാള സിനിമകളും ഭയങ്കരമായിട്ട് വിജയത്തിൻ്റെ മുന്നോടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമയും സ്വീകരിക്കാത്തത്? നല്ലൊരു ഫാമിലി ചിത്രമല്ലേ, വേറെ വൾഗറായിട്ടുള്ള ഒന്നുമില്ല, ഫുൾ ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ പോയി തിയേറ്ററിൽ തന്നെ കാണണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് പവി കെയർടേക്കർ. ഈ വർഷം ഒരു കോമഡി എന്നുള്ള നിലയിൽ നല്ലൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.